ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പാൻ കേക്കാണ്. അപ്പം കുറേ നാളായി യൂട്യൂബിലും ഒക്കെ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കണത് കാണുന്നത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല. പക്ഷെ അതൊന്നും നോക്കി ആവാനുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കണേ, എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ ആ ഒരു നമ്മൾ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കണവർ അത്ര പെർഫെക്ഷൻ വന്നില്ലെങ്കിലും ഏകദേശം നമുക്ക് ആ ടേസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ട് അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതാദ്യം നന്നായിട്ടത് അടിച്ചെടുക്കാം. ബീറ്റർ ആവശ്യമില്ല, വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഇളക്കി വീണ്ടും നമുക്ക് അത് അടിച്ചെടുക്കാം. നന്നായിട്ട് പതയണം വരെ അടിക്കാം. അതിനുശേഷം ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. ബ്രൗൺ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം. എന്നുവെച്ചാൽ വലിയൊരു നല്ല ഫ്ലേവറിലുള്ള മധുരം ഇതിന് വേണ്ട. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് മൈദ എടുത്ത് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറേശ്ശെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുഴപ്പമില്ല, അത് കട്ടയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളത് ഇളക്കി നമുക്കത് പയ്യെ അത് സെറ്റാക്കി നല്ല ഒരു ടെക്സ്ചറായി കിട്ടും, ഒരു മാവിൻ്റെയൊക്കെ ടെക്സ്ചറായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഈ കട്ടയൊക്കെ മാറണ വരെ നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ഭയങ്കര സ്പീഡിലോ അല്ലെങ്കിൽ ഒരേ ഇതിലോ, ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസിന് ആ ഒരു രീതിയിൽ ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ഇളക്കി കട്ടയൊക്കെ മാറ്റിയെടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മാവ് മാവിൻ്റെ രൂപത്തിൽ ആ ടെക്സ്ചറിൽ ആക്കിയെടുക്കാം. അപ്പോൾ അത് ഞാൻ പയ്യെ അതൊന്ന് ഇളക്കി അതൊക്കെ സെറ്റാക്കി എടുക്കണേണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണമുണ്ടാണ് അതിൻ്റേതായ ചില ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും കുഴപ്പമില്ല. ഇളക്കി കട്ടയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ അതേ നല്ലൊരു ടെക്സ്ചറായിട്ട് ആ ഒരു മാവ് അല്ലെങ്കിൽ ആ ബാറ്റർ നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ലൂസായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാവുന്ന പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബനാന, റോബസ്റ്റ് പഴം അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് ഓരോരോ ടേസ്റ്റിനനുസരിച്ച്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ് ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് ഒന്ന് പരീക്ഷിക്കണത്. അപ്പോൾ അതേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാവ് എന്നുവെച്ചാൽ ഒരു ജസ്റ്റ് ചെറിയൊരു റൗണ്ട് ഷേപ്പ്, എന്ന് വെച്ചാൽ പപ്പടത്തിൻ്റെയൊക്കെ ഒരു റൗണ്ട് ഷേപ്പിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്കൊന്ന് 1 മിനിറ്റ് അതൊന്ന് വേവാം. അപ്പോൾ ജസ്റ്റ് കുമ്പള പൊന്തി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചിടാം. അപ്പോഴത്തേക്കും ആ സൈഡ് വെന്തിട്ടുണ്ടാവും. തിരിച്ചിട്ട് കഴിഞ്ഞ് ഇത് സെയിം പ്രോസസ്സിങ് തന്നെ ഒരു മിനിറ്റ് വെക്കാം. അപ്പോൾ ദേ ഈ ഒരു പാകത്തിൽ നമുക്ക് ഇപ്പോൾ ആ ഹോളുകൾ ശരിക്കും കവർ ചെയ്യണമെന്നാണ്. നല്ല പ്ലെയിനായിട്ട് കിട്ടിയിട്ടില്ല എനിക്ക്, എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെ ഇതായതാണ് ഓക്കെ, ബെറ്റർ ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിനെക്കൊള്ളും ബെറ്റർ ആക്കാം. അപ്പോൾ അതേ ഞാൻ പാൻ കേക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കും തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.